നമസ്കാരം, എല്ലാവർക്കും ഷാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് മണ്ഡലത്തിൻ്റെ വ്രതം നമുക്ക് ആരംഭിച്ചു. അപ്പോൾ അതുകൊണ്ട് പലരും നോണൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഫ്രൈ ആണ്, വഴുതനങ്ങ ഫ്രൈ. പിന്നെ അതേപോലെ കായ ഫ്രൈ ആയിട്ട് ഞാൻ ഒരു 1.5 വഴുതനങ്ങ, അതായത് കത്തിരിക്ക എന്നൊക്കെ പറയുന്ന വഴുതനങ്ങ ഞാൻ ഒരു 1.5 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വരിയാറില്ലേ, അതേപോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അടയാളം കാണാം. അതേപോലെ കായ നൈസായിട്ട്, നേന്ത്രക്കായാണ് നൈസായിട്ട് അരിഞ്ഞിട്ട് അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. മുളക് പറഞ്ഞാൽ 4-5 ചുമന്ന മുളക്, അത് കറിവേപ്പിലും കൂട്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി, അതേപോലെ ചെറിയ ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങയിലും അതേപോലെ തന്നെ കായയിലും തേച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിതം ഈ വരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് പരത്തി കൊടുക്കുക. അതേ നോക്കൂ, 2 സൈഡുമായിട്ട് പരത്തി കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത്. ഈ കായയിലേക്കും നന്നായിട്ട് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തേച്ച് മാറ്റി വയ്ക്കാം. അരച്ച് വെച്ചിട്ടുള്ള എല്ലാ മസാലയും ഈ വഴുതനങ്ങയുടെയും അതേപോലെ കായയുടെ മുകളിലൊക്കെ 2 സൈഡുമായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ നോക്കൂ, ശരിക്കും നമ്മൾ ഫിഷിലൊക്കെ മസാല പുരട്ടി വെക്കുന്ന പോലെയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വഴുതനയൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഞാനത് ഫ്രൈ ചെയ്യുമ്പോൾ കാണിക്കാം. നോക്കൂ, മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ വഴുതനങ്ങയും കായ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഓരോ വഴുതനങ്ങ എടുത്തിട്ട് അതിൽ വെക്കുകയാണ്. 2 ഭാഗത്തും നമ്മൾ മസാല പുരട്ടി വെച്ചതാണ്. 1 by 1 ആയിട്ട് അതിൽ വെക്കുകയാണ്. നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ വെച്ചോളൂ. ഇനി അതേപോലെ തന്നെ കായ് കൂട്ടത്തിൽ കൂടെ വെക്കുന്നുണ്ട്. ആദ്യം ഞാനൊന്ന് സിമ്മ് കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. സിമ്മൊന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം. എല്ലാതും ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം, 10 മിനിറ്റ് വേണ്ടി വരില്ല, ഒരു 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ പാൻ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ വരിഞ്ഞ് കൊടുത്ത കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഓരോന്നായിട്ട് തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിക്കാൻ. കായൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് മസാല ഉണ്ടായിരുന്നു, വളരെ കുറച്ച് മസാല. അതൊക്കെ നമുക്ക് ഒന്നുകൂടിയിട്ട് ഈ സൈഡിലൊക്കെ ഒന്നുകൂടെ തേച്ച് പിടിപ്പിക്കാം. ഇനി ഒന്നുകൂടി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. സൂപ്പർ ബാഗൺ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതായത് നല്ല അടിപൊളിയായിട്ട് ഒരു വഴുതന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വഴുതന മസാല ഫ്രൈ ആണ്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വെതറി കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടിയിട്ട് വെതറി കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പറായിരിക്കും. ഇതിൻ്റെ കൂടെ നല്ല രസം ആണ് വേണ്ടത് കേട്ടോ ചോറിന്. അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ, ടേസ്റ്റ് തന്നെയാണേ. ഇനി അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഒരു മാങ്ങാച്ചാറും കൂടി ഇതിൻ്റെ കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഈ വഴുതനങ്ങയുടെ ഫ്രൈ ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ചോറും രസവും, ഒരു വഴുതന ഫ്രൈ, ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറും, ഒരു പപ്പടും.